ചേർന്ന് ദൈവത്തെ സങ്കീർത്തനങ്ങൾ 6 വായിച്ച് പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. സാംസ് നമ്പർ 6. സ്തോത്രം. വായിക്കുന്നു. യഹോവേ, നിന്റെ കോപത്താൽ എന്നെ ശാസിക്കരുതേ, നിന്റെ ക്രോധത്തിൽ എന്നെ ധന്യപ്പിക്കുകയുമരുത്. യഹോവേ, തിരിഞ്ഞെൻ്റെ പ്രാണനെ വിടുവിക്കണമേ, നിന്റെ കാരുണ്യം നിമിത്തം എന്നെ രക്ഷിക്കണമേ. എൻ്റെ ഞെരുക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു, രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു, കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു. നീ ഇടയിൽ പ്രവർത്തിക്കുന്ന എവരുമേ എന്നെ വിട്ടുപോകുവീൻ. യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു. ചേർന്ന് വായിക്കാം. എൻ്റെ ശത്രുക്കൾ എല്ലാവരും ലജ്ജിച്ച് ഭ്രമിച്ചു പോകും, അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് ലജ്ജിച്ചു പോകും. ആമേൻ. കരങ്ങളുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദിവസത്തിലിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയം ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. വിശേഷ ദൈവ ഭൃത്യന്മാർക്കും ആമേൻ ദൈവസഭയ്ക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു സങ്കീർത്തനം നമുക്ക് ദൈവം നൽകി തന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ ഹെഡ്ലൈനിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: അഷ്ടമ രാഗത്തിൽ തന്ത്രനാദത്തോടുകൂടി സംഗീത പ്രമാണിക്ക് ദാവീദ് സങ്കീർത്തനം രചിക്കുന്നതായിട്ട് ഇതിവിടെ നമ്മൾ വായിക്കുന്നു. ഇത് ദാവീദിൻ്റെ അഷ്ടമരാഗത്തിലുള്ള ആദ്യത്തെ സങ്കീർത്തനമാണ്. ഇതിന് ശേഷം രണ്ടാമത്തെ ഒരു സങ്കീർത്തനങ്ങൾ 12 ആണ് രണ്ടാമതുള്ളത്. ഈ സങ്കീർത്തനത്തിൻ്റെ ഹെഡ്ലൈനിൽ കാണുന്നു, ഇതൊരു ദാവീദിൻ്റെ ഒരു അനുതാപ സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം നമുക്കറിയാം. ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു പശ്ചാത്തലം ദാവീദിൻ്റെ ജീവിതത്തിൽ, തൻ്റെ ജീവിതത്തിൽ ബത്ശേബയുമായുള്ള ബന്ധത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ഒരു വലിയ വിഷമത്തിന് മുൻപിൽ താൻ പശ്ചാത്തപിച്ചുകൊണ്ട് വേദനിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ക്രമീകരണം പ്രാപിക്കുന്ന സമയത്ത് എഴുതുന്ന വേദവാക്യങ്ങളാണ് ഇതിനകത്തുള്ളത്. സ്തോത്രം. ഈ സങ്കീർത്തനത്തെ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഈ സങ്കീർത്തനത്തിനകത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ 1-2 വേദഭാഗങ്ങൾ നമുക്ക് ദൈവത്തിൽ വായിക്കാം. അതിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇങ്ങനെ ദൈവത്തിന് ഞാൻ വായിക്കട്ടെ. യഹോവേ, നിൻ്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ, ശാസിക്കരുതേ, നിൻ്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കുകയുമരുതേ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദാവീദ് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുകയാണ്, ദൈവമേ, നീ എന്നോട് കോപിക്കരുതേ, നിൻ്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ, എന്നെ ശാസിക്കരുതേ എന്ന് ദൈവസന്നിധിയിൽ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ദൈവം കോപിക്കുന്ന ദൈവമാണ്. ദൈവം മോശയുടെ മുൻപിൽ ശക്തമായിട്ട് കോപിക്കുന്നുണ്ട്. അഗ്നിജ്വാല പോലെ, തീ പോലെയാണ് ദൈവം കോപിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ കോപം അത് ക്ഷണനേരത്തേക്കേ ഉള്ളൂ. ദൈവം ദീർഘമായിട്ട് കോപിക്കുന്നില്ല. ദൈവം ദീർഘമായിട്ട് നമ്മോട് കോപിക്കുന്ന ദൈവമല്ല. അല്പസമയം മാത്രമേ ദൈവം നമ്മോട് കോപിക്കാറുള്ളൂ. ക്ഷണനേരത്തിൽ തന്നെ ദൈവം നമ്മളോട് മനസ്സറിയുന്ന ദൈവമാണ്. ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ പാപഭാരവുമായിട്ട് വേദനയുമായിട്ട് നമ്മളിങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വരാറില്ലേ? സ്തോത്രം. എന്നാൽ നമ്മൾ നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് തന്നെ കിടക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്തൊന്ന് എഴുന്നേൽക്കാൻ സാധിക്കത്തില്ല. നമ്മൾ ജീവിതത്തിലൊന്ന് കുടഞ്ഞെഴുന്നേൽക്കേണ്ട ഒരു സന്ദർഭമാണ്. നമ്മൾ ഒരു പ്രത്യേക ഭാരത്താലോ ഒരു പ്രത്യേക വേദനയാലോ നമ്മൾ അതിനകത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതകാലം മൊത്തം നാം വേദനയിൽ തന്നെ ഇരിക്കത്തുള്ളൂ. എന്നാൽ നമ്മൾ അതിൽ നിന്നും മാറി നമുക്കൊരു പുതുക്കം വേണം, നമുക്കൊരു ജീവിതത്തിൽ മുന്നോട്ടൊരു ചലനം വേണമെന്ന് നാം ഹൃദയത്തിൽ നിശ്ചയിച്ച് നമ്മളൊന്ന് കുടഞ്ഞെഴുന്നേറ്റാൽ നമ്മെ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ദൈവത്തിന് വേണ്ടി നാം പ്രയോജനപ്പെടും. ദൈവത്തിന് സ്തോത്രം. ദാവീദ് ഈ സങ്കീർത്തനം രചിക്കുന്ന സമയത്ത് ദാവീദ് താൻ പാപത്തിൻ്റെ ഒരു വലിയ കുഴിയിൽ അമർന്നു കിടക്കുകയാണ്.
ആമേൻ ദാവീദിനറിയാം, ആമേൻ ദൈവം ആമേൻ കോപിച്ച് എന്നെ ശിക്ഷിക്കുന്ന ദൈവമല്ല, ഇതിനകത്തുനിന്ന് എനിക്കൊരു മോചനമുണ്ട്. നമുക്കറിയാം, ബൈബിൾ പഠിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, ആമേൻ മോചനം എപ്രകാരമാണ് ദാവീദിൻ്റെ ലൈഫിൽ ലഭിച്ചതെന്ന്. ആമേൻ ദാവീദിൻ്റെ തലമുറയിൽ കൂടി നമുക്കൊരു ക്രിസ്തുവിനെ ലഭിച്ചതാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഒരു വലിയ അനുഗ്രഹം. അതിൻ്റെ ഭാഗമാകുവാൻ ദൈവം നമുക്കും ഭാഗ്യം നൽകി തന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ചിന്തിക്കുമ്പോൾ അതിനകത്തൊരു വലിയ സൗഖ്യത്തിൻ്റെ ഒരു സന്ദേശമുണ്ട്. ആ ഭാഗം നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ രണ്ടാമത്തെ വേദഭാഗം, യഹോവേ ഞാൻ തളർന്നിരിക്കുന്നു. ഇപ്പോൾ ചില ആളുകൾ ഇതിനകത്ത് തളർച്ചയൊന്നുമില്ല, എങ്കിലും ചില മുഖങ്ങൾ കാണുമ്പോൾ തളർന്നിരിക്കുന്നത് പോലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലേ? യഹോവേ ഞാൻ, ശരിക്കും നിങ്ങൾ തളർന്നാണോ ഇരിക്കുന്നത്? അല്ല. ആമേ, ഒരു അന്തരീക്ഷം നിങ്ങളെ തളർത്തിക്കളഞ്ഞു, എന്നാൽ മറ്റൊരു അന്തരീക്ഷം നിങ്ങളെ ആമേ ഉണർത്തിച്ചു കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ആമേ, നിങ്ങൾ തളർന്നും ക്ഷീണിച്ചും ഇരിക്കുന്നവരല്ല, നിങ്ങൾ ദൈവസന്നിധിയിൽ ബലം പ്രാപിച്ച് ശക്തിപ്പെടേണ്ട മക്കളാണ്. ഇവിടെ വായിക്കുന്നു, യഹോവേ ഞാൻ തളർന്നിരിക്കുന്നു. അടുത്ത ഭാഗം, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ എൻ്റെ അസ്ഥികൾ വേദനയിലായിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ. പ്രിയമുള്ളവരെ, മാനസികവും ശാരീരികവുമായ സൗഖ്യം പകരുന്ന ദൈവസന്നിധിയിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രിയമുള്ളവർ, ആമേൻ, ഒരുപക്ഷെ നിങ്ങൾ തന്നെ ആയിരിക്കാം ഏതെങ്കിലും നിലയിൽ സൗഖ്യം ആവശ്യമായിട്ട് ദൈവത്തിൽ അപേക്ഷിക്കുന്നവരാണെങ്കിൽ, അപേക്ഷിച്ചാൽ നിങ്ങളെ ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നിങ്ങളെ കൈവിടുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് അല്പം താമസം സംഭവിച്ചേക്കാം, മറുപടിക്ക് അല്പം താമസം സംഭവിച്ചേക്കാം. എന്നാൽ താമസം ഒരിക്കലും നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ മുമ്പിലുള്ള ആമേൻ തടസ്സമല്ല. ആ വൈകുന്നത് ശ്രേഷ്ഠകരമായൊരു അനുഭവം നൽകി നിങ്ങളെ ആമേൻ വളർത്തുവാൻ വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ മറുപടി വൈകുന്നുവെങ്കിൽ അതൊരിക്കലും ഒരു വലിയ ആമേൻ കാലതാമസത്തിന് എടുക്കുന്ന വിഷയമല്ല. ആമേൻ, അത് നിങ്ങളെ പഠിപ്പിപ്പാനും നിങ്ങളെ ഒരുക്കുവാനും നിങ്ങളെ വളർത്തുവാനും നിങ്ങളെ നയിപ്പാനും ഒത്ത ആമേൻ ആമേൻ വൈകലാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ആമേൻ ദാവീദ് പറയുകയാണ്, എന്നെ സൗഖ്യമാക്കണമേ എന്ന്. ആമേൻ, ദാവീദിൻ്റെ ജീവിതത്തിൽ പ്രാണനും ആമേൻ പീഡ അനുഭവിക്കുന്നുണ്ട്. ആമേൻ, ദാവീദിൻ്റെ ജീവിതത്തിൽ ആമേൻ ശരീരം ആമേൻ 6-ാം വാക്യം ആമേൻ ഞെരുക്കം കൊണ്ട് തകർന്നിരിക്കുന്നു. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, കണ്ണുനീർ മുഴുവനും രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ കണ്ണുനീർ കൊണ്ട് ഒഴുക്കുന്നു. ആമേൻ, കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു. ഇങ്ങനെ കണ്ണുനീർ കൊണ്ടും ആമേൻ വേദന കൊണ്ടും ദാവീദ് വിഷമിക്കുന്ന സന്ദർഭത്തിൽ ആമേൻ ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ആമേൻ ദൈവം അത്ഭുതം ചെയ്യുന്നത് എപ്രകാരമാണ്? നാം ദൈവസന്നിധി നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ, നമ്മെ തന്നെ ദൈവസന്നിധി പൂർണ്ണമായിട്ട് താഴ്ത്തുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനകത്ത് ഒരു വേദഭാഗം ആമേൻ ഒരു ഭാഗം വായിച്ച് ഞാൻ ദൈവസന്നിധി ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 9-ാമത്തെ വചനം, യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും. നാം ദൈവസന്നിധിയിൽ ഒരപേക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ ആ അപേക്ഷ ദൈവം കേൾക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, നമ്മൾ പല സ്ഥലത്തും അപേക്ഷ സമർപ്പിക്കാറുണ്ട്, പല അപേക്ഷയും റിജക്റ്റ് ചെയ്യാറുണ്ട്, ഇല്ലേ? എന്നാൽ ദൈവസന്നിധി നാം വെക്കുന്ന അപേക്ഷയ്ക്ക് ദൈവം റിജക്റ്റ് ചെയ്യത്തില്ല. ഇവിടെ വായിക്കുന്ന വചനം എങ്ങനെയാണ്? യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ വെച്ച വിഷയം ദൈവം കേട്ടിരിക്കുന്നു. സ്തോത്രം. നിങ്ങൾ ദൈവത്തിൻ്റെ ഏതെങ്കിലും വിഷയം വെച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ ഒരു വിഷയം നിങ്ങൾ ഈ വചനപ്രകാരം വെക്കുക. സ്തോത്രം. ആമേൻ. എത്ര പേർ തീരുമാനിക്കുന്നു? എത്ര പേർ ദൈവത്തിൻ്റെ വിഷയങ്ങൾ വെക്കുന്നു? എന്ത് വിഷയമാകട്ടെ, ആമേൻ ദൈവത്തിൻ്റെ ഒന്ന് വെച്ചാട്ടെ. ദൈവം നിങ്ങളുടെ അപേക്ഷ കേൾക്കും. കേട്ടിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. യഹോവൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. ഒന്ന് പറയാൻ സാധിക്കുമോ? യഹോവൻ്റെ അപേക്ഷ. നിങ്ങൾക്കൊന്നും ആർക്കും വിഷയമില്ല, അല്ലേ? ആമേൻ. നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല. ആമേൻ. എല്ലാ കാര്യത്തിലും നിങ്ങൾ വിടുതൽ അനുഭവിച്ചിരിക്കുകയാണ്. സ്തോത്രം. യഹോവൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. അടുത്ത വചനം, യഹോവൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും. നമ്മുടെ പ്രാർത്ഥന ദൈവം കൈക്കൊള്ളും. എൻ്റെ അപേക്ഷ ദൈവം കേൾക്കും. കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച്, ആമേൻ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച്,
ആത്മീയമായ മുന്നേറ്റത്തെക്കുറിച്ച്, വരാൻ പോകുന്ന ചില വിഷയങ്ങളുടെ പരിഹാരത്തെക്കുറിച്ച്, ഇങ്ങനെ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ദൈവസന്നിധിയിൽ അപേക്ഷയുമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അപേക്ഷ ദൈവം കേൾക്കും. ആ വിഷയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കും. എങ്ങനെ? സ്തോത്രം. ശത്രുക്കൾ ലജ്ജിക്കുന്ന തരത്തിൽ നിന്നെക്കുറിച്ച് നശിച്ചു പോകുമെന്നോ, നീ എഴുന്നേൽക്കത്തില്ല എന്നോ വിധി എഴുതിയവർ കാണെ, നീ മുന്നോട്ട് വരത്തില്ല എന്ന് ശത്രു വിധി എഴുതിയതിൻ്റെ മുൻപിൽ അവരെ ലജ്ജിപ്പിക്കുന്ന നിലയിൽ ദൈവം നിന്നെ മാനിക്കുമെന്നാണ് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ശ്രേഷ്ഠകരമായ നിലയിൽ കൂട്ടുകാരിൽ പരമായിട്ട് ആനന്ദ ധൈര്യത്താൽ ദൈവം അഭിഷേകം ചെയ്യും. ശ്രേഷ്ഠകരമായ നിലയിൽ, ഏറ്റവും മേത്തരമായ നിലയിൽ നിന്റെ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ ദൈവം പരിഹാരം നൽകിത്തരും. നിന്റെ അപേക്ഷയെ ദൈവം കേൾക്കും. ദൈവത്തിന് സ്തോത്രം. അപ്രകാരം ദൈവസന്നിധിയിൽ അപേക്ഷ വെച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ അപേക്ഷ ദൈവം കേട്ട് പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകിത്തരും. പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിത്തരുന്ന ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സങ്കീർത്തനത്തിലൂടെ ദൈവം നമ്മെ സഹായിക്കും.